ചേട്ടായിരുന്നാ? ഞാൻ പേടിച്ചുപോയി. എന്താ പെട്ടെന്ന് കാര്യങ്ങളൊന്നും നടന്നില്ലേ? ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല, ചില്ലറ അബദ്ധവും പറ്റി. എന്താ ഹാർട്ട് കേസ് ആയിരുന്നോ പതിഞ്ഞിരിക്കണേ? ഓ, ഒന്നും പറയണ്ട. ഞാനാണ് അവളുടെ അടുക്കള ഭാഗത്തോടെ പോയി പാമ്പല്ല, ഞാനാ ഷൂന്ന് ശബ്ദം ഉണ്ടാക്കി. അവളുടെ കെട്ടിയവനോടെ ഉണ്ടായിരുന്നു. പിന്നെ വായുവിലൂടെ ഒരു കൈ വരുന്നതാ കണ്ടത്. കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ അത് ഇതിലെ പാസ് ചെയ്ത് പോയത്. ശരിക്കും കൊണ്ടിരുന്ന ഈ വശത്തെ പല്ല് മുഴുവൻ പോയേനെ. ഒന്ന് ഏഷ്യതേ ഉള്ളൂ. ഏഷ്യതയിൽ പറ്റിയതാ ഇത്. ചേട്ടനൊന്ന് ഫോൺ വിളിച്ചിട്ട് പോയാ പോരായിരുന്നാ? ഓ, അവളുടെ മെസ്സേജ് കണ്ട സമയത്ത് പിന്നെ ഞാനൊന്നും ഓർത്തില്ല. മെസ്സേജാ? എവിടെ കാട്ടി? ടുഡേ യു നോട്ട് കം മൈ ലിറ്റിൽ ഹാർട്ട് ഹബ്ബി ഈസ് ഹിയർ. ഇതാണ് മെസ്സേജ്. അർത്ഥം എന്താണെന്നറിയോ? ടുഡേ യു നോട്ട് കം, വീട്ടിൽ ചെന്നോ വരുതെന്ന്. മൈ ലിറ്റിൽ ഹാർട്ട്, എന്റെ ചങ്കേ, ഹബ്ബി ഈസ് ഹിയർ, കെട്ടിയോനോടെ ഉണ്ടെന്ന്. ഇതാണ്. ഇംഗ്ലീഷ് അറിയില്ല, പള്ളിക്കൂടത്തിലും പോയിട്ടില്ല. എന്റെ അടുത്ത് ചോദിച്ചിട്ട് പോയാ പോരായിരുന്നാ? ഓ, അവളുടെ മെസ്സേജും വന്നു. മൂത്ത് നിന്ന സമയത്ത് പിന്നെ ഞാൻ വേറെ ഒന്നും ഓർത്തില്ല. ഇന്നാള് മല്ലപ്പള്ളിയിലെ ഗൾഫുകാരന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതും ഇതും കൂടെ കൂട്ടി ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാ. നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിനും വിവരത്തിനൊക്കെ ഇത്രയും സ്ഥാനം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഈ പഠിപ്പും വിവരമുള്ളവന്മാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നമ്മുടെ ഗുണ്ടായുസവും പാർട്ടിയും പത്രാസും ഒന്നും പോരടാ. ഇതേ എനിക്ക് പണ്ടേ മനസ്സിലായതാണ്. ചേട്ടൻ മിനിമം വായിക്കാനെങ്കിലും പഠിച്ചില്ലെങ്കിൽ ഇടികൊണ്ട് മരിക്കും. ഓ, വെള്ളം അടിക്കാൻ പോലും പറ്റുന്നില്ല. എവിടെ വേദന? കവിളിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് വരും. അതെ, ഇനി ഈ പ്രായത്തിൽ ഞാൻ എവിടെ പോയി പഠിക്കാനാ? ആര് പഠിപ്പിക്കാനാ? എനിക്കൊരു ഐഡിയ വന്നു. എന്നാ? എനിക്കൊരു അടുത്ത അടി കിട്ടാനുള്ള വല്ല വകുപ്പാണോ? നമുക്കൊരു കോളേജ് വാങ്ങിയാലോ? കോളേജ് പഠിക്കാനോ? എന്നാ ഈ പറയുന്നേ? ചേട്ടന് പഠിക്കണ്ടേ? ഞാൻ പഠിപ്പിക്കും. ചേട്ടൻ സ്റ്റുഡന്റ്, ഞാൻ പ്രിൻസിപ്പാൾ. സംഗതി കൊള്ളാം. പക്ഷെ നീ പ്രിൻസിപ്പൾ, അത് നിന്നെ കൊണ്ട് താങ്ങൂടാ? താങ്ങും. ചേട്ടനെ ഡിഗ്രി ചെയ്യിപ്പിച്ചിട്ടാ പോരെ? അത് മാത്രം പോരാ, പിന്നെ 10ാം ക്ലാസ്സും പാസ്സാക്കണം. സാന്റോ, അതൊക്കെ പോട്ടെ. ഈ കോളേജൊക്കെ മേടിക്കാൻ എവിടെയെങ്കിലും കിട്ടുമോ? ഒരു കോളേജ് വാങ്ങി തന്നാ പോരെ? അടി. അതും പോയി. പ്രേതല്ല, അതെ എന്റെ അച്ഛന്റെ ആത്മാവാടാ. ആത്മാവോ? സുഖാണോ മക്കളെ? അച്ഛാ, അത്ര വലിയ സുഖമൊന്നുമില്ല. എന്ത് പരിപാടി തുടങ്ങിയാലും 8 നിലയെ പൊട്ടുക. ഓരോ അബദ്ധങ്ങളിലും കൊണ്ടു ചെന്ന് ചാടും. എത്ര പൈസ പോയിന്നറിയോ? അതിനെല്ലാം കാരണക്കാരൻ ദബ്ബൻ തന്നെയാ. ഞാനോ? പിന്നെ ഞാനാ? ഞാനത് എന്താ സംശയം? ഈ എന്താ മക്കളെ ഇത്? നല്ലൊരു സ്ഥാപനം കയ്യിലുണ്ട്. അത് നടത്താതെ കണ്ട തട്ടിപ്പ് പരിപാടികളുമായിട്ട് ജീവിതം എങ്ങനെ നശിപ്പിച്ച് കളയണോ? സ്ഥാപനോ? എന്ത് സ്ഥാപനം? പോയി എവിടെ? ആത്മാവപ്പോ എന്റെ അച്ഛനെ കുറിച്ച് വിവരം വെച്ചിട്ടോ പറഞ്ഞ കാര്യണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ട്യൂട്ടോറിയൽ എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വരുമോ? ഐശ്വര്യമുള്ള പേരാ, അത് മാറ്റണ്ട. ക്ലാസ്സിന് ചെറിയൊരു മാറ്റം വരുത്തണം. എങ്ങനെ?
എൻട്രൻസ് കോച്ചിങ് ക്ലാസ്. എൻട്രൻസ് കോച്ചിങ് ക്ലാസ് എങ്ങനെയുണ്ട്? എടാ അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പാളാകാൻ പറ്റൊരാളുണ്ട്. അതാരാ? ഈ ഞാൻ തന്നെ. അയ്യോ. ആ നോക്ക്, ഇന്നാക്കിയിൽ ഒരു ഉറുപ്പ പൈസ ആയിട്ടില്ല കേട്ടോ. അല്ല, അത് നമുക്ക് ആലോചിക്കാം. പെട്ടെന്ന് ആലോചിക്കണോ? എനിക്ക് 100 കൂട്ടം പണിയില്ലാത്ത ഒരാളാണ് ഞാൻ, മനസ്സിലാക്കണേ. ആ പറ്റിയ സ്ഥലം നിർത്താനാ എന്തിന്? ഒന്ന് മൂത്രമൊഴിക്കണോടാ. ആ ആരാ ഈ പാതിരാത്രി? ഓ, ആ തെമ്മാട് ബുക്കിലെ യൂണിയൻ നേതാവാ. ആ വൃത്തിയിട്ടവനാ. ഹലോ ഹലോ, അവിടെ എന്താ പരിപാടി? ആരാടാ അത്? ആരാ? ബാക്കി പിന്നാട്ടെ. എടാ താണ്ടോ നമ്മുടെ പഠിപ്പിക്കാത്ത സാറുമാരാ. രണ്ടും കാറ്റുകളെ ഇറങ്ങിയായിരിക്കും. അല്ല, ഞങ്ങൾ ഇവിടെ ഒരു കാര്യപ്പെട്ട ചർച്ചയിലാ. ഈ കോളേജ് വിൽക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയിലെങ്ങാനാണോ? കോളേജ് വീണ്ടും തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചയിലാ. എടാ ഇവര് വീണ്ടും തുടങ്ങാൻ പോകുന്നുണ്ട്. ആശംസകൾ ആശംസകൾ. അതിരിക്കട്ടെ, എന്നാ പൂട്ടുന്നേ? എങ്ങനെ? അല്ല, നിങ്ങൾ ആയതുകൊണ്ട് ചോദിച്ചതാ. അതെ, വളച്ചു കേട്ടില്ല. അത് വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ ഈ കോളേജ് വിൽക്കുന്നോ? എന്ത് 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 എന്ത്? നിങ്ങൾ ഈ കോളേജ് കൊടുക്കുന്നെങ്കിൽ റെഡി ക്യാഷ് ഞാൻ എടുത്തോളാം. എന്തിന്? അതെ, എനിക്ക് സാൻഡോയെ പ്രിൻസിപ്പൾ ആക്കണം. ഇവനാകുമ്പോ എനിക്ക് കൂടെ പഠിക്കാം. ഇവനായോണ്ട് എന്നെ ഒന്നും പറയല. എനിക്ക് ഇവനെ എന്ത് തരുമെന്ന് വിളിക്കാം. അപ്പൊ ഞങ്ങളാ? നിങ്ങള് ഇവരും വേണേ ഇവിടെ പഠിപ്പിച്ചോട്ടല്ലേ? ആ, പഠിപ്പിച്ചോട്ടെ, അപ്പൊ നിങ്ങളെ എനിക്ക് എന്ത് വേണേലും വിളിക്കാം. വേണമെങ്കിൽ തന്തയ്ക്ക് വരെ വിളിക്കാം. തന്തയ്ക്ക് പറയുന്നോടാ. ചേട്ടനോ തൊട്ടാൽ ചേട്ടൻ തൊട്ടാ വിളിച്ചാലും പോടാ. ഇതാ വെറുതെ പോയി അടി വാങ്ങി. അത് കാര്യാക്കണ്ട. ആ തീട്ടങ്ങനെ പലതും പറയും. പോവാൻ പറ. അതെ, നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാണ് എന്നോട് ചോദിച്ചിട്ടേ കൊടുക്കാവുള്ളൂ. ഇപ്പന്നെ അയ്യോ, പ്രിൻസിപ്പളിന്റെ കൊണ്ട് എന്റെ പല കുട്ടിയോ? വേടാ. ഇല്ലല്ലോ, കുറച്ച് ചോര വരുന്നുണ്ടല്ലോ.